നാട്ടിലുള്ള എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിന്റെ ധന്യമായ നാമത്തിലുള്ള സ്നേഹവന്ദനം ഞങ്ങൾ അറിയിച്ചുകൊണ്ട് ചില നിമിഷങ്ങളിൽ ഈ ദേശത്തോട് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തിന്റെ ആലോചന സന്ദേശം പങ്കിടുവാനായി ഞങ്ങൾ കർത്താവിൽ ശരണപ്പെടുന്നു. ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ വളരെ ശ്രദ്ധയോടെ നിങ്ങൾ ആയിരിക്കണമെന്ന് ക്രിസ്തുവിന്റെ നാമത്തെ ഒരു പ്രാവശ്യം കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. കാലം അതിന്റെ അന്ത്യത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. കാലത്തിന്റെ ഗതികളെല്ലാം അതിവേഗതയിൽ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വല്ലാത്ത കാലഘട്ടത്തിലാണ് നാം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. നാം പാർക്കുന്നത് ഈ അവനിമുഖത്ത് അതിവേഗത്തിൽ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളെ നോക്കുമ്പോൾ ഒരു ലോകീയ മനുഷ്യന് അത് ചിന്തിച്ച് മനസ്സിലാക്കുവാൻ സാധ്യമാകുകയില്ലെങ്കിലും ദൈവവചനം അനുദിനം ധ്യാനിക്കുന്ന ഒരു ഭക്തന് മനസ്സിലാക്കുവാൻ കഴിയും. യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിലെ പ്രവചനങ്ങളുടെ നിവർത്തികൾ ലോകത്തിൽ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്, കേട്ടുകൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകത്തിലെ ഒരു വചനം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓർപ്പിച്ചുകൊണ്ട് ചില നിമിഷങ്ങൾ ദൈവാലോചന പറയുവാൻ കർത്താവ് ശരണപ്പെടുകയാണ്. പഴയ നിയമ പുസ്തകത്തിൽ യെശയ്യാ പ്രവാചകൻ എന്ന് പറയുന്ന വലിയ പ്രവാചക നിരയിലുള്ള ആ മകൾ വ്യക്തിയിലൂടെ ദൈവം അള്ളിച്ചതായ അള്ളപ്പാടാണ്. യെശയ്യാവിന്റെ പുസ്തകം 60-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കാൻ കാണുന്നുണ്ട്. നിന്നെ സേവിക്കാത്ത ജാതിയും രാജ്യവും നശിച്ചു പോകും. ആ വേദഭാഗത്തിലൂടെ അനേക കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. അതിന് മുമ്പായിട്ട് ഞാൻ ദൈവവചനത്തെ കുറിച്ചൊരു ആലേഖനം പറയാം. ഇന്ന് ലോകത്തിൽ സകല മതങ്ങൾക്കും സകല ജാതീയ സംഘടനകൾക്കും ആരാധനകൾക്കും കർമ്മങ്ങൾക്കും എല്ലാം അതതിൻ്റെതായ നിയമങ്ങളും അതതിൻ്റെതായ സമയങ്ങളും ഒക്കെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ദൈവവചനം വായിക്കുമ്പോൾ ചിലർ പറയാറുണ്ട്, ക്രിസ്തു മതത്തിന്റെ ഗ്രന്ഥമല്ലയോ വേദപുസ്തകമെന്ന്. ഇല്ല പ്രിയപ്പെട്ടവരെ, വേദപുസ്തകം പഠിക്കുന്നവർക്കറിയാം, അത് വിശ്വസിക്കുന്നവർക്കറിയാം, ബൈബിൾ എന്ന ഗ്രന്ഥം 66 പുസ്തകങ്ങളുടെ സംക്ഷിപ്ത രൂപരേഖയാണ്. അത് ഒരു മതഗ്രന്ഥമല്ല. മാനുഷ്യ മോചനങ്ങൾക്ക് വേണ്ടിയുള്ള മാനസാന്തര സന്ദേശങ്ങൾ ഇന്നലെയുടെ നാളുകളിലും ഈ വർത്തമാന കാലയളവിലും ഭാവി കാലങ്ങളിലും സംഭവിക്കുവാൻ പോകുന്നതും സംഭവിച്ചതുമായ ത്രികാല അടിസ്ഥാനമുള്ള ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ വേദപുസ്തകം അല്ലെങ്കിൽ ബൈബിൾ. ഈ ബൈബിളിൽ അടങ്ങിയിരിക്കുന്നത് നിയമങ്ങളുണ്ട്, ചരിത്രങ്ങളുണ്ട്, ശാസ്ത്രങ്ങളുണ്ട്. ഇന്ന് ലോകത്തിലുണ്ടായ സകല നിയമങ്ങളും ബൈബിളിൽ നിന്ന് ആണെന്ന് പറയുന്നതിൽ യാതൊരു തർക്കവും വേണ്ട, ശങ്കിക്കേണ്ട, അതിൽ ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം ഇസ്രായേൽ ജനം മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ അവർക്ക് സീനായി പർവ്വതത്തിന്റെ അടിവാരത്തിൽ അവർ 26 മൈൽ ചുറ്റളവിൽ കൂടാരമടിച്ച് പാർക്കുമ്പോൾ അവർക്ക് ദൈവം കൊടുത്ത ഒരു നിയമമാണ് 10 കൽപ്പന. ആ 10 കൽപ്പനയിലൂടെയാണ് ലോകത്തിൽ ഇന്ന് ഉണ്ടായിട്ടുള്ള സകല നിയമങ്ങളും. ആ നിയമങ്ങൾക്കപ്പുറമായി യാതൊരു മാറ്റങ്ങളും ഉണ്ടാക്കുവാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടന പോലും അപ്രകാരമൊക്കെയാണ്. നമുക്ക് ഇന്ത്യയിൽ ഭരണഘടന ഉണ്ട്. ആ നിയമങ്ങളെല്ലാം നാം ദൈവവചനമായിട്ടൊന്ന് ഒത്തുനോക്കിയാൽ എത്ര യാഥാർത്ഥ്യമായ കാര്യങ്ങളാണ് പ്രിയപ്പെട്ടവരെ. അപ്പോൾ ഇതൊരു മതഗ്രന്ഥമല്ല, നിയമങ്ങളുടെ പുസ്തകമാണ്. അതുപോലെ തന്നെ ലോകത്തിലുള്ള സകലതിന്റെ ചരിത്രങ്ങളുടെ പുസ്തകമാണ്. ഇനി ലോകത്തിൽ കണ്ടുപിടിച്ചിരിക്കുന്ന സയൻസ് പരമായ ശാസ്ത്രങ്ങളുടെ പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. ബൈബിളിലുള്ള പോലെ ശാസ്ത്രങ്ങൾ മറ്റൊന്നിലുമില്ല. കണ്ടുപിടിച്ചിട്ടുള്ള സകലതും, ഈ ഭൂമിയിലുള്ള സകല വസ്തുതകളും
വിശുദ്ധ വേദപുസ്തകത്തിലൂടെയാണ് ശാസ്ത്രപടിക്കൽ കണ്ടുപിടിച്ചിട്ടുള്ളത്. അതിനെ ഖണ്ഡിക്കുവാൻ അറിവുള്ളവരും വിവരമുള്ളവർക്കും കഴിയില്ല. കാരണം ഇന്ന് നാം ഉയരത്തിലൂടെ പറന്നു പോകുന്ന വിമാനം അല്ലെങ്കിൽ റൈറ്റ് സഹോദരന്മാർ കണ്ടുപിടിച്ചത് ദൈവവചനത്തിലെ യെശയ്യാപ്രവാചകന്റെ പുസ്തകം വായിച്ചിട്ടാ. നമ്മുടെ ഇന്ന് യുദ്ധങ്ങൾ നടക്കുന്ന ആറ്റം ബോംബ് കണ്ടുപിടിച്ചത് ദൈവവചനത്തിൽ ഇയ്യോബിന്റെ പുസ്തകത്തിലൂടെയാ. അതുപോലെ തന്നെ നമ്മൾ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ, ഒരു കാലഘട്ടത്തിൽ മനുഷ്യൻ സഞ്ചരിക്കുന്നത് മൃഗവാഹനങ്ങളിലായിരുന്നു. ഇന്ന് മോട്ടോർ ഘടിപ്പിച്ച ഇഞ്ചൻ ഘടിപ്പിച്ച വാഹനങ്ങളിൽ അതിവേഗതയിൽ നാം ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈ വാഹനങ്ങളൊക്കെ കണ്ടുപിടിച്ചതിന്റെ അത് ദൈവവചനത്തിലെ ആഴമേറിയ വചനത്തിലൂടെയാണ്. അത് യാതൊരു സംശയം വേണ്ട. അപ്പോൾ എന്തുകൊണ്ടും ഏതുകൊണ്ടും നോക്കിയാൽ ദൈവവചനം മനുഷ്യന് ഉപേക്ഷിക്കാൻ കഴിയുന്ന ഒരു ഗ്രന്ഥമല്ല. അത് മനുഷ്യന് അത്യന്താപേക്ഷിതമായ ഒരു സംഗതി തന്നെയാണ്. ഇനിയും ചരിത്രങ്ങളിലേക്ക് നോക്കിയാൽ ഈ ഭൂമി എങ്ങനെ ഉണ്ടായി, ആകാശം എങ്ങനെ ഉണ്ടായി, നക്ഷത്രങ്ങൾ എങ്ങനെ ഉണ്ടായി, സൂര്യൻ എങ്ങനെ ഉണ്ടായി, ചന്ദ്രൻ എങ്ങനെ ഉണ്ടായി, മനുഷ്യൻ എങ്ങനെ ഉണ്ടായി, മതങ്ങൾ എങ്ങനെ ഉണ്ടായി, ജാതികൾ എങ്ങനെ ഉണ്ടായി, വംശങ്ങൾ എങ്ങനെ ഉണ്ടായി, ഗോത്രങ്ങൾ എങ്ങനെ ഉണ്ടായി, ഭാഷകൾ എങ്ങനെ ഉണ്ടായി, പട്ടണങ്ങൾ എങ്ങനെ ഉണ്ടായി, ഭവനങ്ങൾ വിശാലതയിൽ എങ്ങനെ ഉണ്ടായി എന്നൊക്കെ നമുക്കൊന്ന് പഠിക്കണമെങ്കിൽ തിരുവെടുത്ത് ധ്യാനിച്ചാൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇന്ന് അതിവേഗതയിൽ ദൈവവചനത്തിന്റെ പ്രവചനങ്ങൾ നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. പ്രവചനം 4 മണ്ഡലങ്ങളിലൂടെ കടന്നു പോകുന്നു. 1, ആകാശമണ്ഡലങ്ങളോടും പ്രകൃതിയോടുള്ള ബന്ധത്തിൽ വേദപുസ്തക പ്രവചനം നിവർത്തിക്കുന്നു. 2, ഈ ലോക ഭരണകൂടങ്ങളോടും മാനവജാതികളോടുമുള്ള ബന്ധത്തിൽ വിശുദ്ധ വേദപുസ്തകത്തിലെ പ്രവചനങ്ങൾ അക്ഷരീയമായും ആത്മീയമായും നിവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. 3, ക്രൈസ്തവ സഭയോടുള്ള ബന്ധത്തിൽ വേദപുസ്തകത്തിലെ പ്രവചനങ്ങൾ നിവർത്തിക്കുന്നു. 4, യഹൂദ ജാതിയുള്ള ബന്ധത്തിൽ വിശുദ്ധ വേദപുസ്തകത്തിലെ പ്രവചനങ്ങൾ നിവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം ഇന്നത്തെ പേപ്പർ എടുത്ത് നോക്കിയാൽ നമുക്കറിയാം, ഇസ്രായേലും ഗാസയും ലെബാനോനും ഒക്കെയുള്ള യുദ്ധം 1.5 വർഷം പിന്നിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇതുവരെയും അതിനൊരു അന്ത്യം കുറിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇസ്രായേലിലെ പല രാജ്യങ്ങളും, അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ യുദ്ധം നിർത്തണമെന്ന് പറഞ്ഞിട്ടും ഇസ്രായേല് അതിന് പിന്മാറിയിട്ടില്ല. കാരണം എന്തെന്നറിയാമോ? ദൈവവചനത്തിന്റെ പ്രവചന നിവർത്തി പൂർണ്ണതയിലേക്ക് വരണമെങ്കിൽ ലോകരാഷ്ട്രങ്ങൾ തമ്മിൽ ഒരു വലിയ ഘോരയുദ്ധം സംഭവിച്ചേ മതിയാവൂ. കർത്താവായ യേശുക്രിസ്തു തന്റെ സ്വശിഷ്യന്മാരുമായിട്ട് ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ യേശുവിനോട് ചോദിക്കുന്നു, ഗുരുവേ, നിന്റെ വരവിലെ ലോകാവസാനത്തിന് അടയാളമെന്തേ? മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 21-ാം വാക്യത്തിൽ യേശു അതിന് മറുപടി പറയുന്നത്, ലോക ആരംഭം മുതൽ ഇന്ന് വരെയും സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടം ഒന്നുണ്ടാകും. ആ നാളും നാഴികയും ചുരുങ്ങായിയാൽ ഒരു ജഡവും രക്ഷിക്കപ്പെടുകയില്ല. അപ്പോൾ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ കഷ്ടകാലം ഭൂമി കണ്ടേ മതിയാവും, നാം അറിഞ്ഞേ മതിയാവും. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ കഷ്ടകാലം എന്ന് പറയുന്നത് പുരാതന കാലത്ത് മനുഷ്യനില്ലാതിരുന്നപ്പോൾ തങ്ങൾ നിർമ്മിതമായ ഭൂമിയിൽ ദൈവത്തെ ആരാധിക്കുവാൻ വിശ്രമമില്ലാതെ ദൈവം സൃഷ്ടി ചെയ്തതായ ദൂതഗണങ്ങളായിരുന്നു. അവരുടെ ജനമായിരുന്ന ലൂസിഫറിന്റെ നിഗമഭാവം നിമിത്തം ഈ ഭൂമി എന്നേക്കും ശൂന്യമായി പോകുവാനിടയായി. ലൂസിഫറിന്റെ ദൈവം ദൈവമാക്കിയിരുന്ന സ്ഥാനത്ത് നിന്ന് സ്ഥാനചലനം വരുത്തി. എന്താണ് സ്ഥാനചലനം വരുത്തുവാനുള്ള കാരണം? ലൂസിഫറിന്റെ ഹൃദയത്തിൽ ഒരു ചിന്ത നിലനിട്ടു, അത്യുന്നതിന് സമനാകും, ഉത്തരഗിരിയാന്ന സിയോൻ പർവ്വതത്തിൽ കയറും, നക്ഷത്രങ്ങൾക്ക് മീതെ കൂടുകെട്ടും എന്നുള്ള ചിന്ത തന്റെ ഹൃദയത്തിൽ ഉണ്ടായപ്പോൾ എല്ലാ രഹസ്യങ്ങളെയും വെളിപ്പെടുത്തുന്ന സ്വയംഭൂവെന്ന ദൈവം നമ്മുടെ ദൈവം അത് അറിയുവാനിടയായി. മനുഷ്യനെ പലതും മറച്ചു വയ്ക്കുവാൻ കഴിയും. എന്നാൽ
ഏതൊരു രഹസ്യത്തെ വെളിപ്പെടുത്തുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. ലൂസിഫറിന്റെ ഹൃദയത്തിലുണ്ടായ ആ ചിന്ത ദൈവം മനസ്സിലാക്കി. ഒരു വീടിന് രണ്ടപ്പന്റെ ആവശ്യമില്ല എന്ന് ദൈവത്തിന് അറിയാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീടുകളിലെല്ലാം ഒരപ്പനേ ഉള്ളൂ. നമുക്ക് മക്കൾക്കും ഒരു ഭാര്യയ്ക്ക് ഒരു ഭർത്താവുമേ ഉള്ളൂ. എന്നാൽ ഈ ഭൂമിയുടെ അല്ലെങ്കിൽ ഈ അണ്ടഘടകത്തിന്റെ പിതാവ് സർവശക്തനായ ദൈവം തന്നെയാണ്. ആ ദൈവത്തിന് മീതെ ഒരു ദൈവം വേണ്ട എന്ന് ദൈവം തീരുമാനിച്ചു. സർവശക്തനായ ദൈവം ഈ ലൂസിഫറിനെ എന്നേക്കുമായി എന്നേക്കുമായി നിഷ്കാസനം ചെയ്തു. ഈ സ്വർണ്ണഭൂമി, തങ്കഭൂമി, മുള്ളും പറക്കാരെയും ഇന്നൊക്കെ മുളച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭൂമി ഒരു പ്രളയാനന്ദ ഭൂമിയായിട്ട് ദൈവം ഒരുക്കപ്പെടുവാനിടയായി. ഇന്ന് പകൽക്കാലം ഞങ്ങളെ കേൾക്കുന്ന മാന്യ ശ്രോതാക്കളെ ഒന്ന് ചിന്തിക്കുക. ഈ ഭൂമി വെള്ളത്താൽ മൂടപ്പെട്ട് കിടന്നു. എന്നാൽ ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ 1-ാം അധ്യായത്തിൽ ആ ഭൂമിയെ ദൈവം ശുദ്ധീകരിച്ച് കരയും കടലുമായി വേർതിരിക്കപ്പെട്ട ആ ഭൂമിയിലാണ് നാം ഇപ്പോൾ പാർക്കുന്നത്. ഈ ഭൂമിയിൽ ഒന്നാം മനുഷ്യനാം ആദാമിനെ ദൈവം സൃഷ്ടിക്കുവാനിടയായി. ആ സൃഷ്ടിക്കപ്പെട്ട ദൈവത്തിന്റെ പുത്രനാകുന്ന ആദമും ഹവ്വയും പാപം ചെയ്തതോടെ ഈ ഭൂമി പാപത്താൽ വീണ്ടും പിടിക്കപ്പെടുകയാണ്. ഈ ഭൂമിയിൽ 10-ാം തലമുറക്കാരനായ നോഹയുടെ കാലഘട്ടമായപ്പോൾ ഈ ഭൂമിയിൽ പാപം മുഴുത്തു. രണ്ടാമത്തെ ദൈവത്തിന്റെ ന്യായവിധിയുടെ ഉണ്ടാകാൻ പോവുകയാണ്. നോഹയെ ദൈവം മുമ്പായിട്ട് വിളിച്ചു വേർതിരിക്കപ്പെട്ടു. ഏതൊരു സംഗതിയും ദൈവം ഒരു ദേശത്തല്ലെങ്കിൽ ഒരു ഭവനത്തിൽ, ഒരു രാജ്യത്തിൽ, ഭൂലോകത്തിൽ ഒരു സംഭവം നടക്കണമെങ്കിൽ, ഒരു ന്യായവിധി നടക്കണമെങ്കിൽ ദൈവം തക്ക സമയത്ത് നടത്തുകയല്ല, ഒരു മുന്നറിയിപ്പോടു കൂടിയാണ്. നമുക്കറിയാം, നമ്മുടെ ഏതെങ്കിലും ഒരു മിനിസ്റ്റർമാര് നമ്മുടെ നാട്ടിലേക്ക് വരുന്നെങ്കിൽ ഒരു ഡേറ്റ് കൽപ്പിക്കും. അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും നമ്മുടെ നാട്ടിലുണ്ടാകും. അല്ലാതെ തക്ക സമയത്ത് വന്ന് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യുകയല്ല. ആയതുപോലെ നമ്മുടെ ദൈവം ഇതാ ഭൂമിയെ ന്യായം വിധിക്കുവാൻ പോകുന്നുവെന്ന് ഭൂമിയാകുന്ന ദൈവം പദ്ധതിയിട്ടപ്പോൾ നീതികെട്ട പാപികളായ ജനത്തിന്റെ നടുവിൽ ദൈവം നോഹയെ നീതിമാനായി തെരഞ്ഞെടുക്കപ്പെടുകയാണ്. നമ്മളാരും നീതിമാന്മാരൊന്നുമല്ല. ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞങ്ങളൊക്കെ അല്പം മദ്യപിച്ചും രാഷ്ട്രീയ പ്രവർത്തനവും ജാതീയ പ്രവർത്തനവും വർഗീയ പ്രവർത്തനവും ഒക്കെ ചെയ്തിട്ടുള്ളവരാ. ഇന്ന് നമുക്കറിയാം, മനുഷ്യൻ ഈ വക കാര്യങ്ങൾക്ക് വേണ്ടി തമ്മിലടിച്ച് തമ്മിൽ തലകേറി വെറിക്കുത്തുകൾക്കും മദ്യപാനത്തിനും അടിമകളായിട്ട് രാഷ്ട്രീയ ഇസങ്ങൾക്കും മത ഇസങ്ങൾക്കും ഒക്കെ അടിമപ്പെട്ട് തമ്മിൽ തല്ലി തലകീറിക്കൊണ്ടിരിക്കുന്ന വേദനാജനകമായ ഒരു അന്തരീക്ഷത്തിലാണ് മാനവ സമൂഹം ജീവിക്കുന്നത്. എന്നാൽ അതിൽ നിന്ന് മോചനം ലഭിക്കുവാനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം ഓരോ മാനവ സമൂഹത്തോടും ഓരോ ദേശങ്ങളോടും ദൈവം തെരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിന്റെ നീതിമാന്മാരിലൂടെ അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. നോഹ കാലഘട്ടത്തിൽ ദൈവം നീതിമാനായി തെരഞ്ഞെടുക്കപ്പെട്ടു. നോഹ നീതി പ്രസംഗം വരുവാനിരിക്കുന്ന ന്യായവിധിയെ കുറിച്ച് സാധ്യതകളില്ല, മഴയില്ല, മഞ്ഞുകൊണ്ട് മാത്രമാണ് ഈ സസ്യലതാദികളൊക്കെ വളരുന്നത്. ആ കാലഘട്ടത്തിൽ സാധ്യതയില്ല മഴ പെയ്യാൻ. എന്നാൽ വിശ്വാസത്താൽ നോഹ വിളിച്ചു പറയുവാനിടയായി, മഴ പെയ്യിക്കാൻ പോകുന്നു, പ്രളയത്താൽ ഭൂമി നിറയാൻ പോകുന്നു, സകല മനുഷ്യരെയും അകൃത്യം നിമിത്തം, പാപം നിമിത്തം ദൈവം ന്യായം വിധിക്കാൻ പോകുന്നു എന്നൊക്കെ വിളിച്ചു പറഞ്ഞപ്പോൾ ഇപ്പം ഞങ്ങളിൽ പറയുന്നത് പോലെ തന്നെ വിളിച്ചു പറഞ്ഞു. പക്ഷെങ്കിൽ ആരും അതിനെ ഗണ്യമാക്കിയില്ല, ഗമനിച്ചില്ല, ആരും അതിനെ കൈക്കൊണ്ടില്ല, ആലോചന തിരസ്കരിക്കപ്പെട്ടു. അതുകൊണ്ട് ദൈവവചനം പറയുന്നു, ദൈവ ആലോചന കേട്ടിട്ട് കേൾക്കാത്തവരെ പോലെ കാത് മന്ദമാക്കിയാൽ, കണ്ടിട്ടും കാണാത്തവരെ പോലെ കണ്ണ് കുരുടാക്കിയാൽ, പ്രിയപ്പെട്ടവരെ, വരുവാനിരിക്കുന്ന ന്യായവിധിയിൽ നിന്ന് ആർക്കും തെറ്റി ഒഴിയുവാൻ കഴിയുകയില്ല. ഞാൻ പെട്ടെന്ന് പറയട്ടെ, നോഹ പറഞ്ഞതുപോലെ തന്നെ ഈ ഭൂമിയിൽ സംഭവിച്ചു. എന്നാൽ നോഹയും തന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുവാൻ ദൈവത്തിന്റെ കണക്കിൻ പ്രകാരം, ദൈവത്തിന്റെ അളവിൻ പ്രകാരം, ദൈവം നിർദ്ദേശിക്കപ്പെട്ട പ്രകാരം ഓഫേർ മരം കൊണ്ട് 300 മുഴ നീളമുള്ള, 50 മുഴ ഉയരം, 50 മുഴ വീതിയുള്ള, 30 മുഴ ഉയരമുള്ള 3 തട്ടുകളായി ഒരു പെട്ടകമുണ്ടാക്കി. ആ പെട്ടകത്തിൽ നോഹയും തന്റെ കുടുംബവും കയറി. യഹോവയാകുന്ന ദൈവം പെട്ടകത്തിന്റെ വാതിലടച്ചു. ജലപ്രളയത്താൽ ഭൂമി നിറഞ്ഞു. നോഹയും തന്റെ
കുടുംബവും മാത്രം രക്ഷപ്പെട്ടു. അത് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ രണ്ടാമത്തെ ഘട്ടമായിരുന്നു. മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് നമുക്കറിയാം കഴിഞ്ഞ 1-2 ലോകമഹായുദ്ധം. ഞാനീ പറയുന്ന ഒരു ദേശത്തുണ്ടാകുന്ന ഘട്ടമല്ല, ലോക ആകമാനം ഉണ്ടാകുന്ന ഘട്ടം. നമ്മുടെ പ്രാദേശിക യുദ്ധമല്ല, പ്രാദേശിക വെള്ളപ്പൊക്കമല്ല, പ്രാദേശികമായ നേരെ ഒരു രോഗം, മഹാരോഗം വരുന്നതല്ല. ലോകവ്യാപകമായി സംഭവിച്ച ഘട്ടമാണ് തിരുവെഴുത്തിലൂടെ പറയുന്നത്. മൂന്നാമത്തെ ഘട്ടമാണ് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഘട്ടമായിരുന്നു. നമുക്കറിയാം 1-2 ലോകമഹായുദ്ധം. അന്നനുഭവിക്കാത്ത വേദനാജനകമായ അവസ്ഥ ആരുണ്ട്? പഴയ ചരിത്രം പഠിക്കുന്നവർക്കറിയാം. പഴമകൾ ആരെങ്കിലും ജീവനോടുണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ അവർ പറയും, അന്നത്തെ ക്ഷാമവും അന്നത്തെ രോഗവും അന്നത്തെ കഷ്ടപ്പാടുകളും പട്ടിണിയും ഒക്കെ വളരെ വിലമതിച്ചാണ് പറയുന്നത്. കാരണം എന്തെന്ന് ചോദിച്ചാൽ ഒരു വലിയ ഘട്ടം തന്നെയായിരുന്നു. എന്നാൽ നാലാമതൊരു ഘട്ടമുണ്ടായി. കഴിഞ്ഞ 3 വർഷത്തിനു മുമ്പ് ലോകം കണ്ടതിൽ വെച്ച് നാലാമത്തെ വലിയ ഘട്ടമായിരുന്നു കൊറോണ എന്ന് പറയുന്ന മഹാവ്യാധി. അതനുഭവിക്കാത്തവരാരും തന്നെയില്ല. എത്രയോ ജീവനാണ് നമ്മുടെ കൺമുമ്പിൽ ചത്തൊടുങ്ങിയത്. എത്രയോ പേരാണ് അതിനെ ഭയപ്പെട്ട് ഭവനങ്ങളുടെ അറകളിൽ കയറി വാതിലുകൾ അടച്ചിരുന്നില്ലേ? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 27-ാം അധ്യായം പറയുന്നു, അല്ലയോ ജനമേ കേൾക്ക, അല്പകാലത്തേക്ക് സോളം കഴിയുവോളം അറകളിൽ കയറി വാതിലുകളെ അടയ്ക്ക. അതിന് 2 ആഗമനമുണ്ട്. ഒന്ന് ഈ കൊറോണ കാലത്ത് സംഭവിച്ചുവെങ്കിൽ ഇനിയും വരുവാനിരിക്കുന്ന മഹോദ്രവ കാലത്ത് അങ്ങനെ അതിന്റെ ബാക്കി പ്രവചനം നിവർത്തിക്കുന്ന ഒരു കാലമുണ്ട്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. അപ്പോൾ നാലാമത്തെ ഘട്ടം കൊറോണ കാലമായിരുന്നു. ആർക്കും തിരസ്കരിക്കാൻ പറ്റില്ല. വേദപുസ്തകം സത്യമാണ്. അത് ശക്തമായി നിവർത്തിച്ചുകൊണ്ടിരിക്കും. ഇനി 5-മതൊരു ഘട്ടം അതെപ്പോഴുണ്ടാകും? 1-2 ലോകമഹായുദ്ധം. ഇവിടെ സംഭവിച്ചതുപോലെ ഒരു ലോകമഹായുദ്ധം ഈ ഭൂമി കാണാൻ പോകുകയാണ്. അതെ, അന്ന് ദൈവത്തെ ആരാധിക്കാതെ, ദൈവത്തെ വിശ്വസിക്കാതെ, ദൈവത്തെ സേവിക്കാതെ പോകുന്ന ഏവരെയും ദൈവം തീയിൽ ചുട്ടുകളയുമെന്ന് ദൈവത്തിന്റെ വചനമാകിയാൽ മാറ്റമില്ലാത്ത വചനത്തിന്റെ സന്ദേശം ഞങ്ങൾ ഈ ദേശത്തോട് അറിയിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കേട്ടിട്ട് കേൾക്കാതെ പോകരുതേ, രഹസ്യമാക്കണമേ. ആലോചന തള്ളിക്കളയല്ലേ. വരുവാനിരിക്കുന്ന വിപത്ത് നമ്മളതിനകപ്പെട്ടു പോകരുത്. അതുകൊണ്ട് ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം, ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം. റോമാലേഖന 8-ൽ പറയുന്നു, ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവധിയുമില്ലല്ലോ. വലിയ ശിക്ഷ വരാൻ പോകുകയാണ്. വലിയ പരിശോധനയുടെ കാലം വരാൻ പോകുകയാണ്. വലിയ ന്യായവിധിയുടെ നാൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ മുന്നോടിയാണ് യുക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം. ലെബനാനും ഗാസയും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം. ഇത് പര്യവസാനിക്കാൻ പോകുന്നില്ല. ഒരു 3-4 ലോകമഹായുദ്ധത്തിന്റെ വഴിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ദൈവത്തിന്റെ വാഗ്ദത്തം അതിനെ നിവർത്തിക്കുകയാണ്. ഞാൻ വാക്കുകൾ ഇവിടെ നിർത്താൻ പോകുന്നു. ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നവർ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചില്ലെങ്കിൽ ഇപ്പോഴാണ് സുപ്രസാദ കാലം. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാം, അവന്റെ കൽപ്പനകളെ ന്യായപ്രമാണങ്ങൾ അനുസരിക്കാം, അവനോട് നമുക്ക് പ്രാർത്ഥിക്കാം, ആ ക്രിസ്തുവിനുള്ള വിശ്വാസം മുറുകെ പിടിക്കാം. വരുവാനിരിക്കുന്ന ന്യായവിധിയെ നമുക്ക് ഒഴിവാകാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകളെ നിർത്തുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പ്രിയ ദേശവാസികളെ, നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളോട് സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല സമയത്തിനായി ദൈവത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഈ ദേശത്തിൽ നടന്നു വന്ന് ഈ കാണുന്ന ആകാശവും ഭൂമിയും മാറ്റപ്പെട്ടാലും മാറ്റം വരാത്ത ദൈവത്തിന്റെ തിരുവചനങ്ങൾ വിളിച്ചു പറയുവാൻ ഈ ദേശത്ത് ദൈവം കരുണ കാണിച്ചതിനാൽ സ്തോത്രം. ഹല്ലേലൂയ. കാലം അതിന്റെ അന്ത്യത്തിലേക്ക് വന്നിരിക്കുന്നല്ലോ. കർത്താവിന്റെ വീണ്ടും വരവിന്റെ ലക്ഷണങ്ങളാണല്ലോ ലോകമെമ്പാടും കണ്ടുകൊണ്ടിരിക്കുന്നത്. ആകയാൽ കർത്താവ് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന പ്രവൃത്തികൾ വിശ്വസ്തയോടെ ചെയ്ത് നന്നും നല്ലവരും വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള വിളികൾ പന്തക്കവണ്ണം ഈ ദേശത്തു നിന്ന് ഒരു കൂട്ടം ആത്മാക്കളെ കർത്താവ് വിളിച്ചു വേർതിരിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തിന്റെ കൽപ്പന പ്രമാണിച്ച് കർത്താവ് ഒരുക്കുന്ന നല്ല അവകാശം പ്രാപിപ്പാൻ ഇടയാക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കൃപയായി സാന്നിധ്യം ഈ ദേശത്തുണ്ടാകണമേ. ഈ ദേശത്ത് പ്രവർത്തിക്കുന്ന എല്ലാ വ്യാപാര സ്ഥാപനങ്ങളെയും ദൈവം അനുഗ്രഹിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ജോലി ചെയ്യുന്ന എല്ലാ സഹോദരങ്ങളെയും ദൈവം അനുഗ്രഹിക്കണമേ. കുടുംബങ്ങളെ ദൈവം അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവിന്റെ വരവിനായി ഈ ദേശത്ത് എല്ലാവരെയും ഒരുക്കി എല്ലാവരെയും
അനുഗ്രഹിക്കും. കഷ്ടങ്ങളുടെ പ്രയാസങ്ങളിൽ ഇരിക്കുന്നവരെ ആശ്വസിപ്പിക്കും. സമാധാനമില്ലാത്തവർക്ക് സമാധാനം കൊടുക്കും. കർത്താവിന്റെ വരവിനായി ഒരുക്കും. താഴ്ത്തിയ കരങ്ങളിൽ തരുന്നു. യേശു ക്രിസ്തു മൂലം കേൾക്കണം ഞങ്ങളുടെ നല്ല പിതാവേ. ആമേൻ. ഹല്ലേലൂയ.